നമുക്കറിയുന്ന പോലെ കേരളത്തിൽ ഈ ഹൃദയാഘാത നിരക്ക് കൂടുകയാണ്. ചെറുപ്പക്കാർക്ക് പോലും ഹൃദയാഘാതം വരുന്നു, ചില ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്നറിയില്ല. പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ പല ആശുപത്രികളിലും നല്ല തിരക്കുണ്ട് ഹൃദ്രോഗ വിഭാഗത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ CPRൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ അദ്ദേഹം പറഞ്ഞത് നമ്മൾ CPR കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ CPR നമ്മുടെ ആളുകൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും. CPR എങ്ങനെയാണ് ചെയ്യുന്നത് അത് അറിയാനുണ്ട്. നമുക്കതിനൊരു ശാസ്ത്രീയമായ കാര്യമല്ലോ. അതുകൊണ്ട് 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാ സ്റ്റാഫിനും നമ്മൾ CPR കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് നമ്മളെ സഹായിക്കുന്നത് VPS ലേക്ഷർ ഹോസ്പിറ്റലാണ്. കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ വിശാൽ എബ്രഹാമിൻ്റെ നേതൃത്വമുള്ള ഒരു സംഘം ഫ്ലവേഴ്സിൽ ലാൻഡ് ചെയ്തു. അവർ 24-ലും വന്നു. അവർ ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു എങ്ങനെയാണ് നമ്മൾ ഹൃദയാഘാതം വരുന്ന ഒരാളിന് CPR കൊടുക്കുക എന്നുള്ളത്. വളരെ വളരെ നല്ല കാര്യമാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ഈ ഞങ്ങൾ കാണിച്ച ഈ പാത പിന്തുടരാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഹാർട്ട് അറ്റാക്കുകൾ കൂടുന്ന ഈ സമയത്ത്. നമ്മൾ ഈ CPR കൊടുക്കുന്ന ഒരു താളമുണ്ട്, ഒരു റിതമുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന റിതം എന്ന് വെച്ചാൽ വി ആർ ഗിവിംഗ് 30 കംപ്രഷൻസ്. 2 ബ്രെത്ത് കൊടുക്കും. 30:2. Place the dominant hand onto the center of the chest and we are going to start giving compressions. 1, 2, 3, 4, 5. 30 compressions കൊടുത്തതിന് ശേഷം you are going to give 2 breaths. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ അത് കാർഡിയാക് അറസ്റ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? CPR നൽകേണ്ടത് എങ്ങനെയാണ്? CPR തെറ്റായി നൽകിയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇനി കുട്ടികൾക്കാണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്നത് എങ്കിൽ CPR രീതികൾ എങ്ങനെയാണ്? ഇവയെല്ലാം വിശദീകരിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗം ഫ്ലവേഴ്സ് 24 കുടുംബത്തിന് നൽകിയത്. The thing what you are going to do is you are going to place your hand on the neck. ഈ നെക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഈ നെക്ക് സപ്പോർട്ട് മസ്റ്റ് ആണ് പിള്ളേർക്ക്. You are going to place the hand on your leg. എന്നിട്ട് കുഞ്ഞിനെ ഈ ഒരു ഇൻക്ലൈൻ 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. 2 ഫിംഗേഴ്സ് എടുക്കുക, ചെസ്റ്റിന് സെൻറ്ററിലോട്ട് വെക്കുക. 1, 2, 3, 4, 5 ചെയ്യുക. എന്നിട്ട് അതിനുശേഷം കുഞ്ഞിൻ്റെ താടിയെല്ല് പിടിക്കുക. താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് സ്ട്രേറ്റ് വേ ടേൺ ദ കിഡ് അപ്സൈഡ് ഡൗൺ. എന്നിട്ട് ബാക്കിലോട്ട് 1, 2, 3, 4, 5. നമുക്ക് കൂടുതൽ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തോരം കെയർ നമുക്ക് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ, ആ ഒരു കെയർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ബാക്കി മാനേജ്മെൻറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. വെണ്ണല കോർപ്പറേറ്റ് ഓഫീസിലും കാക്കനാട് 24 ഹെഡ് ഓഫീസിലും നടന്ന ബോധവൽക്കരണ ക്ലാസ് VPS ലേക്ഷോർ എമർജൻസി വിഭാഗം ഫിസിഷ്യൻ ഡോക്ടർ വിശാൽ എബ്രഹാം നയിച്ചു. ഡോക്ടർ ജിതിൻ ജോർജ്, ഷിജാസ്, അയന, പ്രജിത്ത് എന്നിവർ ഒപ്പം ചേർന്നു.